ശ്രീമാക്സ്. ഞാനിന്നിവിടെ PSC എക്സാംസിനുള്ള കുറച്ച് ഫോർമുലാസ് മാത്രം, സമവാക്യങ്ങൾ പഠിക്കാനുള്ള ഫോർമുലാസ് മാത്രം ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള ഒരു വീഡിയോ എടുക്കാൻ ഉദ്ദേശിക്കുന്നു. വിവിധ മത്സര പരീക്ഷകൾക്ക് LGS, സെക്രട്ടേറിയറ്റ് അസിസ്റ്റൻ്റ്, ഈ വിവിധ മത്സര പരീക്ഷകൾക്ക് തയ്യാറെടുക്കുന്നവർക്ക് ഇത് ഉപകാരപ്രദമാകും എന്ന് വിശ്വസിച്ചുകൊണ്ട് നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം. സർവ്വസമവാക്യങ്ങൾ കാണാതെ പഠിക്കേണ്ട ഫോർമുലാസ് പഠിക്കാം. a+b the whole square സമയം a square plus 2ab plus b square, a minus b the whole square സമയം a square minus 2ab plus b square, a plus b into a minus b equal to a square minus b square. ഇതിൻ്റെ ആപ്ലിക്കേഷൻ വരുന്ന ഒരുപാട് ചോദ്യങ്ങൾ റിപ്പീറ്റ് ചെയ്ത് കാണാറുണ്ട്. a cube minus b cube സമം a minus b into a square plus ab plus b square, a cube plus b cube സമം a plus b into a square minus ab plus b square. ഇനി എക്സ് പ്ലസ് 1/x തന്നിട്ട് അങ്ങനെ സ്ഥിരം കാണാനുള്ള ചോദ്യമാണ്. എക്സ് സ്ക്വയർ പ്ലസ് 1/x സ്ക്വയറിൻ്റെ ഇത് ചോദിച്ചു കഴിഞ്ഞാൽ, വില കാണാൻ ചോദിച്ചു കഴിഞ്ഞാൽ ഈ ഇതിൻ്റെ ഫോർമുല ഇങ്ങനെ പഠിക്കണം. എക്സ് പ്ലസ് 1/x ദ ഹോൾ സ്ക്വയർ മൈനസ് 2. ഇവിടെ എക്സ് പ്ലസ്, ഇവിടെ പ്ലസ് ആണെങ്കിൽ ഇവിടെ മൈനസ് ആണ്, അങ്ങനെ ഓർത്താൽ മതി. എക്സ് പ്ലസ് 1/x തന്നിട്ട് എക്സ് സ്ക്വയർ പ്ലസ് 1/x സ്ക്വയർ കാണാൻ പറഞ്ഞാൽ ഈ ഫോർമുല ഓർത്തിരുന്നാൽ മതി. എക്സ് പ്ലസ് 1/x ദ ഹോൾ സ്ക്വയർ മൈനസ് 2. ഇവിടെ പ്ലസ് ആണെങ്കിൽ ഇവിടെ മൈനസ് ആണെന്ന് ഓർത്താൽ മതി. ഇനി എക്സ് മൈനസ് 1/x തന്നിട്ട് എക്സ് സ്ക്വയർ പ്ലസ് 1/x സ്ക്വയർ കാണാൻ പറഞ്ഞാൽ എക്സ് മൈനസ് 1/x ദ ഹോൾ സ്ക്വയർ, ആ തന്നിരിക്കുന്നതിൻ്റെ ഹോൾ സ്ക്വയറും പ്ലസ് 2 ഇട്ട് കൊടുത്ത് ഇവിടെ മൈനസ് ആണെങ്കിൽ ഇവിടെ പ്ലസ് ആയിരിക്കും, അങ്ങനെ ഓർത്താൽ മതി. ഇവിടെ മൈനസ് ആണെങ്കിൽ ഇവിടെ പ്ലസ് ആകും. ഈ ഫോർമുലാസ് എല്ലാം ബൈ ഹാർട്ട് ആക്കുക. നമുക്ക് പഠിക്കാൻ വളരെ പ്രോബ്ലം പെട്ടെന്ന് ചെയ്യാൻ പറ്റും. ഇവിടെ കൃത്യംഗ നിയമങ്ങൾ ഫോർമുലാസ് മാത്രം. കൃത്യംഗ നിയമങ്ങൾ, അതായത് ലോസ് ഓഫ് ഇൻഡീസസ് നോക്കാം. a raised to m into a raised to n equal to a raised to m plus n. ഇത് ബേസ് തുല്യമായാലും നമുക്ക് അങ്ങനെ എഴുതാൻ പറ്റും. 2 raised to 3 into 2 raised to 5, 2 raised to 2 plus 5, 2 raised to 7. a raised to m by a raised to n equal to a raised to m minus n. a raised to m the whole raised to n equal to a raised to m into n. a raised to m the whole raised to n equal to a raised to m into n. a by b the whole raised to m equal to a raised to m by b raised to m. a b the whole raised to n equal to a raised to n into b raised to n. a raised to 3 equal to a raised to x. അതായത് ഇവിടെ ബേസ് തുല്യമായാൽ ഇവിടെ എയും പവേഴ്സ് തുല്യമായിരിക്കും. കൃത്യംഗ നിയമം, എക്സ്പോണൻഷ്യൽ തിയറി. അതായത് ഇവിടെ എ ആണ്, അതുകൊണ്ട് x ഈക്വൽ ടു 3. ബേസ് തുല്യമായാൽ പവേഴ്സ് തുല്യമായിരിക്കും. അടുത്തത് പവേഴ്സ് തുല്യമായാൽ ബേസ് തുല്യമായിരിക്കും. അതായത് x raised to 3 equal to raised to 3 equal to 5 raised to 3. ഇവിടെ പവേഴ്സ് തുല്യമാണ്, പവേഴ്സ് രണ്ടും 3 ആണ്. അപ്പോൾ നമുക്ക് ബേസ് തുല്യമാക്കി എഴുതാം. അതൊരു എക്സ്പൊണൻഷ്യൽ തിയറിയാണ്, കൃത്യംഗ നിയമമാണ്. ബേസ് തുല്യമായാൽ വെരി ഇമ്പോർട്ടൻ്റ് ആണ്, എപ്പോഴും അതനുസരിച്ചുള്ള ചോദ്യങ്ങൾ ചോദിക്കാറുണ്ട്. ബേസ് തുല്യമായാൽ പവേഴ്സ് തുല്യമായിരിക്കും. ഇവിടെ ബേസ് എ അത് തുല്യമായാൽ പവേഴ്സ് x ഈക്വൽ ടു 3. ഇനി പവേഴ്സ് തുല്യമായാൽ ഇവിടെ 3 ആണ്, പവർ രണ്ടിടത്തും 3 ആണ്. പവേഴ്സ് തുല്യമായാൽ ബേസ് തുല്യമായിരിക്കും. a raised to n equal to 1 by a raised to minus n. a raised to n equal to 1 by a raised to minus n. ഇനി any quantity raised to 0 equal to 1. a raised to 0 equal to 1, 5 raised to 0 equal to 1, 1 by 2 raised to 0 equal to 1. പരീക്ഷയ്ക്ക് തെറ്റിക്കാൻ നമുക്ക് അങ്ങനെയൊക്കെ ഒരു തരും. 6 raised to 0 equal to 1. അങ്ങനെ ഇതാണ് പ്രധാനപ്പെട്ട കൃത്യംഗ നിയമങ്ങൾ. ഇത് ഹൃദയസ്ഥമാക്കിയിട്ട് വേണം എക്സാമിന് പോകാൻ. ഇതുമായിട്ട്
ഇതിൻ്റെ ആപ്ലിക്കേഷൻസ് വരുന്ന ഒരുപാട് ചോദ്യങ്ങൾ സ്ഥിരമായിട്ട് ചോദിച്ച് കാണാറുണ്ട്. a raised to m into a raised to n, a raised to m plus n, a raised to m by a raised to n, a raised to m minus n, a raised to m the whole raised to n, a raised to m into n, a by b the whole raised to m, a raised to m by b raised to n, a b the whole raised to n, a raised to n into b raised to n. a cube equal to a raised to x ഇവിടെ ബേസ് തുല്യമായാൽ ബേസ് തുല്യമാണ്, ബേസ് തുല്യമായാൽ പവേഴ്സ് തുല്യമായിരിക്കും. എക്സിൻ്റെ വില 3, x ഈക്വൽ ടു 3. ഇവിടെ പവേഴ്സ് തുല്യമാണ്, 3 പവർ തുല്യമായാൽ ബേസ് തുല്യമായിരിക്കും. എക്സ്പൊണൻഷ്യൽ തിയറിയാണ്, ലോസ് ഓഫ് ഇൻഡസ്ട്രീസ് വരുന്നതാണ്. എ റേസ് ടു എന്നിനെ നമുക്ക് 1 എ റേസ് ടു മൈനസ് n എന്ന് എഴുതാം. എ റേസ് ടു 0 സമം 1, 5 റേസ് ടു 0 സമം 1, 1/2 ദ ഹോൾ റേസ് ടു 0 സമം 1. ഏത് ക്വാണ്ടിറ്റി വന്നു, ഇപ്പോൾ റൂട്ട് എക്സ് റേസ് ടു നമുക്ക് തെറ്റിക്കാൻ വേണ്ടി അവർ തരും, റൂട്ട് എക്സ് റേസ് ടു 0 അത് 1 ആണ്. എനി ക്വാണ്ടിറ്റി റേസ് ടു 0 എന്ന് പറയുന്നത് 1 ആണെന്ന് മനസ്സിലാക്കുക. ഇവിടെ എ ഒരു ജോലി 10 ദിവസം കൊണ്ടും ബി ഒരു ജോലി 15 ദിവസം കൊണ്ടും ചെയ്ത് തീർക്കുന്നുവെങ്കിൽ എയും ബിയും കൂടി ഒരുമിച്ച് എത്ര ദിവസം കൊണ്ട് ചെയ്ത് ഫോർമുല വെച്ച് ഇതൊരു ട്രിക്കുണ്ട്. അതായത് എ ബി ഡിവൈഡഡ് ബൈ എ പ്ലസ് ബി, അതായത് എ ചെയ്യുന്ന ജോലി അതായത് 10ഉം 15ഉം കൂടെ ഇൻറ്റു ചെയ്തിട്ട് 10ഉം 15ഉം കൂടെ കൂട്ടിയാൽ മതി. എന്നിട്ട് അതിൻ്റെ വില കണ്ടാൽ മതി. 150/25. അത് ഈ ഫോർമുല ഓർത്തിരുന്നത് എ ബി ബൈ എ പ്ലസ് ബി, അതായത് 6 ദിവസം കഴിയും. അപ്പോൾ ഈ ഫോർമുല ഓർത്തിരുന്ന് നമുക്ക് പെട്ടെന്ന് ചെയ്യാൻ പറ്റും. അല്ലാതെ തിയറി പഠിച്ചിട്ട് കുറേ ലെങ്തി ആയിട്ട് ചെയ്തിട്ട് കാര്യമില്ല. നമുക്ക് PSCക്ക് കോമ്പറ്റേറ്റീവ് എക്സാമിന് ടൈമില്ല, ടൈം ലാഭിക്കണം. ഇനി എക്സ് വൈ ഇസഡ് 3 ആൾ ചെയ്തതുപോലെ പല ദിവസങ്ങളും ചെയ്ത് തീർക്കുന്ന ജോലി 3 ആളും കൂടെ ഒന്നിച്ച് എത്ര ദിവസം എടുക്കുമെന്ന് ചോദിച്ചാൽ ഈ ഫോർമുല പഠിച്ചിരുന്നാൽ മതി. എക്സ് വൈ ഇസഡ് ഡിവൈഡഡ് ബൈ എക്സ് വൈ പ്ലസ് വൈ ഇസഡ് പ്ലസ് എക്സ് ഇസഡ്, അതായത് എക്സും വൈയും ഇസഡും ചെയ്യുന്ന ദിവസങ്ങൾ ഇൻറ്റു ചെയ്യുക ബൈ എക്സ് ചെയ്യുന്ന ദിവസങ്ങൾ ഗുണം വൈ ചെയ്യുന്ന ദിവസങ്ങൾ പ്ലസ് വൈ ചെയ്യുന്ന ദിവസങ്ങൾ ഗുണം ഇസഡ് ചെയ്യുന്ന ദിവസങ്ങൾ പ്ലസ് എക്സ് ഇസഡ്. അങ്ങനെ ഓർത്താൽ മതി. എക്സ് വൈ, വൈ ഇസഡ്, എക്സ് ഇസഡ് 3ഉം പെയറായിട്ട് വരണം. ഇങ്ങനെ ഓർക്കാവുന്നതാണ്. ഇത് ഈ ഫോർമുല ഓർത്തിരുന്ന് കഴിഞ്ഞാൽ നമുക്ക് ചെയ്യാൻ പറ്റും, എളുപ്പം ചെയ്യാൻ പറ്റും. ഇതൊരു 1 + 2 + 3 + എക്സെട്ര 10, 1 + 2 + 3 + എക്സെട്ര + 100, 1 + 2 + 3 + എക്സെട്ര + 1000, 1 + 2 + 3 + എക്സെട്ര + 10,000. അതായത് ഇങ്ങനെ ഈ മോഡലിലുള്ള കണക്കാണ് വന്നതെങ്കിൽ വേറെ ഇത് മൊത്തം ഇത് ചെയ്ത് നോക്കാനൊന്നും നിൽക്കേണ്ട തുക കാണുന്നത്. അതായത് ഈ 10ൻ്റെ ലാസ്റ്റിലുള്ള സംഖ്യയാണ്, 10ൻ്റെ നേരെ പകുതി എഴുതുക, അതൊന്നും കൂടെ റിപ്പീറ്റ് ചെയ്ത് എഴുതുക, അത്രയേ ഉള്ളൂ. ആ ട്രിക്ക് അറിഞ്ഞിരുന്നാൽ നമുക്ക് പെട്ടെന്ന് ചെയ്യാൻ പറ്റും. അല്ലെങ്കിൽ നമ്മൾ ആ ഫോർമുല വെച്ചൊക്കെ ചെയ്യണം. n × n+, ആ ഫോർമുല എടുക്കണ്ട. ഈ മോഡലിനുള്ള കണക്കാണ് വരുന്നതെങ്കിൽ ഇങ്ങനെ ചെയ്താൽ മതി. ഇവിടെ ലാസ്റ്റിലുള്ളത് 100ൻ്റെ പകുതി എടുക്കുക 50, അത് ഒരു തവണയും കൂടെ റിപ്പീറ്റ് ചെയ്ത് എഴുതുക. അവിടെ ഉത്തരവായി. ഇതൊരു ട്രിക്കാണ്. 1 + 2 + 3 + 1000, 1000ൻ്റെ നേരെ പകുതി എടുക്കുക 500, അതൊരു തവണയും കൂടെ അങ്ങ് എഴുതുക, അത്രയേ ഉള്ളൂ. ഇനി 1 + 2 + 3 + എക്സെട്ര 10,000, 10,000ൻ്റെ ആണെങ്കിൽ അതിൻ്റെ നേരെ പകുതി എടുക്കുക 5000, പിന്നെ ഒരു 5000 കൂടെ അങ്ങ് എഴുതുക, അത്രയേ ഉള്ളൂ. ഇതൊന്നും കൂടെ പറയാം. 1 + 2 + എക്സെട്ര 10, അതാണ് നമ്മൾ ചെയ്ത് നോക്കാൻ നിൽക്കേണ്ട. 10ൻ്റെ നേരെ പകുതി എഴുതുക, അതൊരു തവണയും കൂടെ റിപ്പീറ്റ് ചെയ്ത് എഴുതുക. ഇവിടെ 100, 1 + 2 + 3 + എക്സെട്ര 100, 100ൻ്റെ നേരെ പകുതി എഴുതുക, അത് ഒരു തവണയും കൂടെ 50 എഴുതിയിട്ട് ഒരു തവണയും കൂടെ 50 എഴുതുക. ഇവിടെ 1000 വരെ ആണെങ്കിൽ 500, അതിൻ്റെ പകുതി എഴുതുക, 1000ൻ്റെ പകുതി 500, പിന്നെ ഒരു തവണയും കൂടെ 500 എടുത്ത് എഴുതുക, അത്ര അറിയാനുള്ളൂ. 10,000 ആണെങ്കിൽ ഇങ്ങനെ. നല്ല ഫോർമുല സ്പീഡ് സമം ഡിസ്റ്റൻസ് ബൈ ടൈം. തിരിച്ച് ഡിസ്റ്റൻസാണ് ചോദിച്ചെങ്കിൽ സ്പീഡ് ഇൻറ്റു ടൈം. ഇനി ആവറേജ്, ശരാശരി കാണാനുള്ള ഫോർമുല. ആവറേജ് ശരാശരി കാണാനുള്ള ഫോർമുല ടോട്ടൽ ഡിവൈഡഡ് ബൈ നമ്പർ. അപ്പോൾ കുറേ പേരുടെ പ്രായം ആണെന്നെങ്കിൽ അവരുടെ എല്ലാം കൂടെ പ്രായം കൂട്ടിയിട്ട് 10 പേരുടെ ആണെങ്കിൽ ഡിവൈഡഡ് ബൈ 10. ഇനി അതിൽ നിന്ന് ടോട്ടൽ ആവറേജ് നമ്പറും തന്നിട്ടുണ്ടെങ്കിൽ ടോട്ടലാണ് കണ്ടെങ്കിൽ
ആവറേജ് ഗുണം നമ്പർ. ആവറേജ് അത് അങ്ങനെയും ചോദിക്കാറുണ്ട്. ആവറേജ് ശരാശരി ഗുണം എണ്ണം. ആകെയുള്ള ഉണ്ടെങ്കിൽ ശരാശരി ഗുണം എണ്ണം. ശരാശരി ഉണ്ടെങ്കിൽ ആകെ ഡിവൈഡഡ് ബൈ എണ്ണം. ഒറ്റ സംഖ്യകൾ 1, 3, 5, 7 ഇങ്ങനെ 35 ഒറ്റ സംഖ്യകളുടെ തുക കാണാൻ പറഞ്ഞാൽ എന്ത് ചെയ്യും? ഇതിനൊരു ഫോർമുല ഉണ്ട്. ഒറ്റ സംഖ്യകളുടെ തുക 1, 3, 5 എക്സെട്ര n ഒറ്റ സംഖ്യകളുടെ തുക കാണാൻ ഒരു ഫോർമുല ഉണ്ട്, n സ്ക്വയർ. അപ്പോൾ നമ്മളിതൊന്നും മൊത്തം കൂട്ടി ഒന്നും നോക്കണ്ട. അതായത് 1 + 3 + എക്സെട്ര 35 ചോദിച്ചേക്കുന്നത്. അതായത് എന്ത് ചെയ്താൽ മതി? n സ്ക്വയർ. അതായത് ഇവിടെ n 35 35 സ്ക്വയർ. 5ൻ്റെ ഒറ്റയുടെ സ്ഥാനത്ത് വന്നു കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞു എളുപ്പമായി. 5ൻ്റെ സ്ക്വയർ എഴുതുക 25. പിന്നെ ഇവിടെ 3 3ഉം തൊട്ടടുത്ത സംഖ്യയും കൂടെ ഗുണിക്കുക. 3, 4 കൂടെ ഗുണിച്ച് ഇവിടെ എഴുതുക. 1725. കാര്യങ്ങൾ നിങ്ങൾക്ക് ഈ പരീക്ഷയ്ക്ക് തയ്യാറെടുത്തുകൊണ്ടിരിക്കുന്ന ഈ ഘട്ടത്തിൽ നിങ്ങൾക്ക് വളരെയേറെ പ്രയോജനപ്പെടും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. ഇത് എല്ലാ കൂട്ടുകാരിലേക്കും എത്തിക്കുക. താഴെ കാണുന്ന ബെല്ലൈക്കൺ എനേബിൾ ചെയ്താലും ഞാൻ ഇന്ന് വീഡിയോസിൻ്റെ എല്ലാ നോട്ടിഫിക്കേഷൻസും നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. താങ്ക് യു.